ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് റോസ്മേരി വെച്ചിട്ട് ഒരു എണ്ണ തയ്യാറാക്കാം. നമ്മളെ വീട്ടിൽ ഞാൻ നട്ട് വളർത്തിയിട്ടുള്ള നമ്മുടെ ഫ്രഷ് ലീവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ തളിരിലേക്ക് ഒന്ന് മുറിച്ച് വിടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലയൊന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ, നമുക്ക് എണ്ണ കാച്ചാനായിട്ട് എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ തളിരിലേക്ക് നമ്മളിങ്ങനെ കണ്ടിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ലീഫും വരുമല്ലോ, പുതിയ ശിഖരങ്ങൾ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഇത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇലകൾ വെച്ച് നമുക്ക് എന്താണ് എണ്ണ കൂടെ ചെയ്യാം. ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു പിടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി ഓയിൽ മാത്രമേ ഇവിടെ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓയിൽ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ബോട്ടിലാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് കുറച്ച് മതി. ഞാൻ അതുകൊണ്ടിട്ട് കുറച്ച് റോസ്മേരി അല്ലേ അടർത്തിയിട്ടുള്ളൂ. നമുക്ക് ഒരു പിടി കണ്ടോ, ഒരു പിടി മതിയോ? ഇത് ഞാൻ ഇതിലോട്ട് ഇടുന്നു. അതിനുശേഷം നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. കണ്ടോ, അത് ഞാൻ ഒരു സ്പൂൺ ഇടുന്നുണ്ട്, മതി അത്. പിന്നെ വേണ്ടത് ഉലുവ, അതും ഞാൻ ഒരു സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലിടുന്നത് ഗ്രാമ്പു, ഏതാണ്ട് ഒരു 10 അത്രത്തോളമൊക്കെ വരും, അത് മതിയോ? അതും ഇതിലോട്ടിട്ടു. ഇനി ഞാൻ നമ്മുടെ നല്ലെണ്ണ, അത് ഒരു 1/4 ഭാഗം മതി അല്ലേ? വേണ്ട, കുറച്ച് മതി, ഇത് മതി. പിന്നെ വേണ്ടുന്നത് വെളിച്ചെണ്ണ, അത് നമുക്ക് ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. കണ്ടോ, ഫുള്ളായിട്ട് ഒഴിച്ചു. പിന്നെ ഞാൻ സാധാരണ വെളിച്ചെണ്ണയും നല്ലെണ്ണയും ആവണക്കെണ്ണയും അതുകൂടെ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ആവണക്കെണ്ണ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. അപ്പോൾ നമുക്കിതിനി വെയിലത്ത് വെക്കേണ്ടതുണ്ട്. ഇതുപോലെ നമ്മൾ ഉടനെ തേക്കുകയല്ല വേണ്ടത്, ഒരാഴ്ചയെങ്കിലും അത് വെയിലത്ത് വെക്കണം. ഒരാഴ്ചയല്ല, ഒരു 3 ദിവസമൊക്കെ. ഇപ്പോൾ നല്ല വെയിലാണല്ലോ പുറത്തൊക്കെ. അപ്പോൾ ഇതൊരു 3 ദിവസം നമുക്ക് വെയിലത്ത് വെക്കാം. നമുക്ക് വെയിലത്ത് വെച്ചിട്ട് വരാം. ഇവിടെ നല്ല കട്ട വെയിലാണ്, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. വെയിലടിച്ചപ്പോഴേക്കും നമ്മുടെ ബോട്ടിലുള്ളിൽ കിടക്കുന്ന ആ റോസ്മേരിയുടെ ലീഫും ഉലുവയും ജീരകവും കരിഞ്ജീരകവും ഒക്കെ ഇങ്ങനെ അത് തെന്നി മാറി എണ്ണയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ അത് ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി ആ വെളിച്ചം അടിച്ചപ്പോഴേക്കും. അപ്പോൾ നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത് നമ്മുടെ പുതിയ മുടി കിളിർക്കാനായിട്ട് ഭയങ്കരമായിട്ട് സഹായകമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഉലുവ കരിഞ്ജീരകം അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹെയർ ഗ്രോത്തിന് പറ്റിയ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.